മുഴുവൻ മഴയായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ ഇത്രയും മാങ്ങ കിട്ടി. ഞാൻ വിചാരിച്ചു രാവിലെ ഒരു പഴം മാങ്ങയുടെ ചട്നി ഉണ്ടാക്കാമെന്ന്. कल रात में पूरा बारिश हो गया था, ज़्यादा आम मिला है, एकदम पक्का वाला है. इसमें से हम लोग मीठा चटनी बनाएंगे, दिखाएंगे कैसे. मांगा പെറുക്കിക്കൊണ്ട് വന്നിട്ട് മാങ്ങ ഞാൻ നിലത്ത് വെച്ചിട്ട് ഇരിക്കുകയാണ്. ആം ലേക്കെ ആയ ഹെ, നമുക്ക് ഇവിടെ ബൈറ്റാ ഹെ. നമുക്കിത് വെച്ചിട്ട് നല്ലൊരു മധുരമുള്ളൊരു മാങ്ങയുടെ ചട്നി ഉണ്ടാക്കാം. കാണിക്കാൻ എങ്ങനെയാണ്. നമുക്ക് പഴമാങ്ങയുടെ എല്ലാം തൊലി ചെത്തി എടുക്കാം. इसका छिलका पूरा निकाल के आएंगे. पैन അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. पैन നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. पैन स्टव में रखा है, अच्छे से गर्म हो गया. 1 टेबल स्पून तेल डाल दें. നമുക്ക് 1 टेबल स्पून എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരണം. थोड़ा गर्म होने दीजिए. आप लोगों को थोड़ा डाउट होगा, अभी किचन चेंज हो गया, हम कहाँ है? अभी केरला में है. ഞാനിപ്പോൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പം ചൂടായിട്ടുണ്ട്. तेल गर्म हो गया. अभी इसमें लौंग, लालचीनी और इलायची, ഏലക്കായും ഗ്രാമ്പുവും പട്ടയുമാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. തെന്മേ ഭാഗത്ത് മസാല ഇട്ടതൊക്കെ പൊട്ടിയിട്ടുണ്ട്. മസാല ഡാലാ ഹെ, കുട്ടാ ഹെ. അभी ലഹ്സുൻ डाल दें. വെളുത്തുള്ളി 1 टेबल स्पून വെളുത്തുള്ളി, 1 टेबल स्पून लहसुन डाला है, 1 टेबल स्पून अदरक डाला है, इंची 1 टेबल स्पून. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. थोड़ा फ्राई करना है. इंची വെളുത്തുള്ളി ഫ്രൈ ആയി കഴിഞ്ഞു. अदरक लहसुन फ्राई हो गया. अभी डाल रहे किशमिश ഇട്ട് കൊടുക്കണം. ഒരു പിടി കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 മുട്ടി കിസ്മിസ് डाला है, वो भी फ्राई करना है. നമുക്ക് അതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഫ്ലെയിം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. फ्लेम थोड़ा लो करना है. अभी डालना है 1 टीस्पून मिर्चा पाउडर, 1 टीस्पून മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഹൽദി പൗഡർ 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ സോൾട്ട്, 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൗഡർ. ഫ്രൈ करना है. നമുക്കിതെല്ലാം കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. മസാല സബ് ഫ്രൈ हो गया. अभी डालना है आम. നമുക്കിപ്പം മസാല എല്ലാം ഫ്രൈ ആയി കഴിഞ്ഞു. നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ये सब अच्छे से मिक्स करना है. मिक्स करके थोड़ा बंद करके पकने के लिए रखेंगे. हम നല്ലതായിട്ടൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റായി. നമുക്ക് നോക്കാം. 5 മിനിറ്റ് हो गया, देखेंगे कैसे है. ഫുൾ ഫ്ലെയിമിലിട്ടാണ് ഞാൻ വേവിച്ചുകൊണ്ടിരുന്നത്. നമുക്കിന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് നല്ലതായിട്ട് വേവിച്ചെടുക്കാം. ഫുൾ फ्लेम में डाल के 5 मिनट पकने के लिए रखा था. अभी फ्लेम पूरा कम करके अच्छे से पकने के लिए रखेंगे. വേകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് മാങ്ങ നോക്കാം വെന്തോന്ന്. हम पकेगा कि नहीं देखेंगे. മാങ്ങ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ആം अच्छे से पक गया है, एकदम सॉफ्ट हो गया. മാങ്ങ നല്ലതായിട്ട് വെന്തിട്ട് നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. 2 കിലോയോളം മാങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ. 2 കിലോ ആം ലിയാ था. इसके अच्छा मीठा वाला है, നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. ഞാൻ 250 ഗ്രാം ശർക്കരയാണ്, ശർക്കരയുടെ പൊടിയാണ് എടുക്കുന്നത്. ഗൂड़ का पाउडर है 250 ग्राम डाल दें. अच्छे से मिक्स करना है. നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്നും കൂടെ വെക്കാം. अच्छे से मिक्स करके एक बार भी रखेंगे. അടച്ച് വെച്ച് ചെറിയ തീയിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. अच्छे से बंद करके एकदम लो फ्लेम में डाल के पकने के लिए रखेंगे. നമ്മുടെ മാങ്ങ ചട്നി റെഡി ആയി കഴിഞ്ഞു. നല്ല പഴമാങ്ങ ചട്നിയാണ്. നല്ല തിക്കായി കഴിഞ്ഞു. हम लोग का आम का चटनी, पक्का वाला आम का चटनी रेडी हो गया. देखिए एकदम पक गया है, एकदम टेस्टी हो गया, തിക്ക് हो गया. നമ്മുടെ പഴമാങ്ങയുടെ ചട്നി നല്ല ടേസ്റ്റി ആയി കഴിഞ്ഞു. നല്ല തിക്കായി കഴിഞ്ഞു. നോക്കിക്കേ, ഈ പരുവത്തിൽ വേണം നമുക്ക് മാറ്റാൻ. ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് करना है. एक सर्विंग डिश में डालना है. നമുക്കൊരു സർവിംഗ് ഡിഷിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴമാങ്ങ ചട്നി റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കിത് 1 മാസം വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താലും നിങ്ങൾ തന്നെ പെട്ടെന്ന് തന്നെ ഇത് തീർക്കും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴമാങ്ങ ചട്നിയാണ് ഇത്. നമുക്ക് ബിരിയാണിയുടെ കൂടെ, നെയ്ച്ചോറ്, ചപ്പാത്തിയുടെ കൂടെയൊക്കെ
നല്ലതായിട്ട് സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ചപ്പാത്തിക്ക് വേറെ ഒരു കറിയും വേണ്ട, ഇത് മാത്രം മതി. കൊച്ചു പിള്ളേർക്കാണെങ്കിലും ഒത്തിരി ഇഷ്ടപ്പെടുവാണ്. നമ്മുടെ സീസൺ തീരാൻ പോവുകയാണ്. അതിന് മുമ്പേ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് यूज ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ट्राई ചെയ്യണം. सब लोग थोड़ा कम में ट्राई करके देखिएगा. पुलाव का साथ साइड डिश करके यूज कर सकता है. रोटी का साथ बढ़िया टेस्ट है. सब लोग पसंद करेगा. प्लीज लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.